എല്ലാവരും സുഖരിക്കുന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ട് വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റും. വായിലിട്ട് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ പലഹാരം റെഡിയാക്കാനായിട്ട് നമുക്ക് വേണ്ടത് റാഗി പൗഡറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റാഗി പൗഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിൻ്റെ റോ ടേസ്റ്റ് ഒക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ അതുവരെ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയിട്ട് ഇപ്പോൾ നല്ലൊരു റോസ്റ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മധുരമൊക്കെ എടുക്കും. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ എണ്ണയൊക്കെ കൂട്ടിയെടുക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഷുഗറിൽ ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്കത് ഷുഗറിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ശർക്കര ഞാൻ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത്രയും മതി. ഈ സമയമാകുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിലേക്ക് മുൻപായിട്ട് ഇതൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാഷ്യൂസ് റൈസിൻസ് ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇനി നെയ്യൊന്ന് ചൂടാവട്ടെ. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഫ്രൈ ആയി വരട്ടെ. ഇപ്പോൾ ഇത് ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റാഗി പൗഡറില്ലേ ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാനില്ലേ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടു ഇതുപോലെ ഇങ്ങനെ തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ബാറ്റർ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ലൂസായിട്ട് കിട്ടണം. അപ്പോൾ ഈ ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് നാളികേരപ്പാൽ വേണം. ഞാനപ്പോൾ 1 കപ്പ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പാൽ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നന്നായിട്ട് തന്നെ ലൂസായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ബാറ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരുപാട് തിക്ക് ബാറ്റർ ആക്കിയിട്ട് റെഡിയാക്കി എടുക്കരുത്.
അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന നാളികേരപ്പാൽ മുഴുവനായിട്ടും വേണ്ടി വന്നിട്ടില്ല, ഒരു 1/4 കപ്പോളം അതിൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കാരണം നമ്മൾ എടുക്കുന്ന റാഗി പൗഡറിനനുസരിച്ചിട്ട് പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചിട്ട് കൊടുക്കാം. പിന്നെ മധുരക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ കണ്ടോ, ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റാഗി പൗഡറൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ റാഗി പൗഡറൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും മതി, ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂസ് റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിണ്ണത്തപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ്. ഇതിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനത് സ്റ്റീം ചെയ്തെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി പാത്രത്തിലാണ്. അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് ബാറ്റർ ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ഈ കിണ്ണത്തപ്പൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ നല്ല കനം കുറഞ്ഞ് കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് ഒരു സ്ക്യൂറോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. കണ്ടോ, ഇതിപ്പോൾ ക്ലീനാണ്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പാണ്. പിന്നെ നമ്മൾ തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കിയതിൻ്റെ പേരിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ പറയുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.